والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الصلاة الترغيب في الصلاة في الفلاة. അടുത്ത ഫസ്ലാണ് വിജനമായ പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. അതായത് യാത്രയിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ യാത്രയിലോ മറ്റോ ആയി മസ്ജിദൊന്നുമില്ലാത്ത ഏതെങ്കിലും മരുഭൂമിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിജനമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. وعن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم الصلاة في الجماعة تعدل 25 صلاة. ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് 25 നിസ്കാരങ്ങളോട് യോജിക്കുന്നതോ ഇരട്ടി പ്രതിഫലമൊക്കെയുള്ള ഹദീസിൽ പറഞ്ഞല്ലോ അർത്ഥത്തിൽ. ഫൈദാ സ്വല്ലാഹ ഫി ഫലാത്തിൻ, ഒരാൾ വിജനമായ പ്രദേശത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫഅതമ്മ റുകൂഅഹ വസുജൂദഹ, ഒരാൾ നിസ്കാരത്തിന്റെ റുകൂഉം സുജൂദും എല്ലാം പൂർണ്ണമായി നിസ്കരിക്കുന്നുവെങ്കിൽ ബലഗത് 50 സ്വലാത്തൻ, അവൻ 50 നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം സ്ഥാനമുള്ളതാണ് എന്നുള്ളത്. ഇവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ ഫضല് അഥവാ വിജനമായ പ്രദേശത്തും മറ്റും നിസ്കരിക്കുന്നതിന്റെ ഫضല് ജമാഅത്തായി ആളുകൾ യാത്രയിലോ മറ്റോ ജമാഅത്തായി നിസ്കരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒറ്റക്കാണെങ്കിലും ആടിനെ മേച്ചുകൊണ്ട് പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെല്ലാം താഴ്വരകളിലും അല്ലെങ്കിൽ കുന്നിന്റെ മുകളിലൊക്കെ നിസ്കാരത്തിന്റെ സമയമായാൽ ഒറ്റക്കാണെങ്കിലും നിസ്കരിക്കുന്നത് ഇതേ ഫضലിൽ പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ വിജനമായ പ്രദേശത്ത് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇതിന്റെ ഉദ്ദേശം മസ്ജിദിലെ ജമാഅത്ത് ഒഴിവാക്കി ആളുകൾ എല്ലാവരും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ജമാഅത്ത് നിസ്കരിക്കുക എന്നുള്ളതല്ല. കാരണം മസ്ജിദിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന 25 ഇരട്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിജനമായ ഒരു പ്രദേശത്ത് നിസ്കരിക്കുമ്പോൾ 50 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ പോയി നിസ്കരിക്കണം എന്നല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികളൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ഉദ്ദേശം യാത്രയിലോ അല്ലെങ്കിൽ ആടിനെ മേച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ഇതുപോലൊരു സ്ഥലത്തെത്തുകയും അവിടെ മസ്ജിദില്ല, അങ്ങനെ സൗകര്യങ്ങളില്ല, അപ്പോൾ നിസ്കരിക്കുന്നതിന്റെ ഫضലാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠത ഇതിന് വരാനുള്ള കാരണം അതുപോലുള്ള പ്രദേശങ്ങൾ എന്നുള്ളത് ഒരുപാട് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പല രീതിയിലുള്ള കള്ളന്മാരോ കൊള്ളക്കാരോ അതുപോലെയുള്ള ആളുകളും അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയം മസ്ജിദ് പോലെ ഒരു സുരക്ഷിതത്വം ലഭിക്കുന്ന നിർഭയത്വം ലഭിക്കുന്ന അവസ്ഥയല്ല ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ, ഒറ്റക്കോ മറ്റോ ആണെങ്കിൽ കൂടുതലും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഫضൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ യാത്രയിലും മറ്റും ആളുകൾ ഒരുമിച്ച് ജമാഅത്തായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ നിസ്കരിക്കുമ്പോൾ യാത്ര തന്നെ കുറച്ച് മശഖത്തുള്ളതാണ്, ഖത്അത്തുൻ മിനൽ അദാബ് എന്നാണ്, ശിക്ഷയുടെ ഒരു ഭാഗമാണെന്നാണ്. അപ്പോൾ ആ ഒരു ഞെരുക്കത്തിന്റെ ഇടയിലും നിസ്കാരം അവർ കൃത്യമായി നിസ്കരിക്കുന്നത് കൊണ്ടെല്ലാമാണ് ഇത്രയും അധികം ഫضൽ ഇതിന് വരാൻ കാരണമെന്ന് ഈ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു. ഇതിന്റെ മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുർ റജുലി ഫീ ജമാഅത്തിൻ തസീദു അലാ സ്വലാത്തിഹി വഹ്ദഹു ബി25 ദറജ. ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി ദറജ കൂടുതലുള്ളതാണ്. ഫഇൻ സ്വല്ലാഹ ബിഅർളിൻ ഖയ്യിൻ ഫഅതമ്മ റുകൂഅഹ വസുജൂദഹ. ബിഅർളിൻ ഖയ്യ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫലാത്ത്, വിജനമായ ഒരു പ്രദേശത്ത് അവൻ നിസ്കരിക്കുകയാണ്. അവൻ നിസ്കരിക്കുമ്പോഴും റുകൂഉം സുജൂദും എല്ലാം പൂർണ്ണമായി ഏറ്റവും നല്ല രീതിയിലാണ് നിസ്കരിക്കുന്നത്. തുക്തബു സ്വലാത്തുഹു ബി50 ദറജതൻ, അവന്റെ നിസ്കാരം രേഖപ്പെടുത്തുന്നത് 50 ദറജയിലാണ്. കാരണം അത്രയും അതിന് മഹത്വമുണ്ട്. അടുത്ത ഹദീസ് عن سلمان الفارسي رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا كان الرجل بأرض قي فحانت الصلاة. ഒരാൾ ഇതുപോലെയുള്ള യാത്രയിലോ മറ്റോ ആയി വിജനമായ ഒരു പ്രദേശത്താണ്, ആ സമയത്ത് നിസ്കാരത്തിന്റെ സമയമായി. ഫലിയതവദ്ദ, അവൻ വുളു എടുത്തു. ഫഇൻ ലം യജിദ് മാഅൻ ഫലിയതയമ്മം, അവന് പിന്നെ വെള്ളം കിട്ടിയില്ല, ആ വെള്ളം കിട്ടാത്തതുകൊണ്ട് അവൻ തയമ്മും ചെയ്യട്ടെ. അഥവാ ഇങ്ങനെ ഒരു പ്രദേശത്ത് ഒരാളാണെങ്കിൽ നിസ്കാരത്തിന്റെ സമയമായാൽ അവൻ വുളു എടുക്കട്ടെ, ഇനി വെള്ളമില്ലെങ്കിൽ തയമ്മും ചെയ്യട്ടെ. ഫൈൻ അഖാമ സ്വല്ലാ മഅഹു മലക്കാഹ്, അങ്ങനെ അവൻ നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ കൂടെ 2 മലക്കുകൾ
അവൻ്റെ ഒപ്പം നിസ്കരിക്കുന്നതാണ്. അഥവാ അവൻ്റെ വലതും ഇടതുമായിട്ട്, ചില ഹദീസുകൾ അങ്ങനെ കാണാം, വലതും ഇടതുമായിട്ട് മലക്കുകൾ നിസ്കരിക്കുന്നതാണ്, രണ്ട് മലക്കുകൾ. അവൻ ബാങ്ക് കൊടുത്തിട്ടില്ല, അങ്ങനെ നിസ്കരിക്കുകയാണ് ആ സമയത്ത്. وإن أذن وأقام صلى خلفه من جنود الله ما لا يرى طرفاه. ഇനി അവൻ ബാങ്ക് കൊടുത്തിട്ട്, ബാങ്കും ഇഖാമത്തും കൃത്യമായി കൊടുത്തിട്ട് അവൻ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ പിന്നിലായിക്കൊണ്ട് കണ്ണെത്താ ദൂരത്തോളം മലക്കുകൾ, അള്ളാഹുവിന്റെ സൈന്യ മലക്കുകൾ നിസ്കരിക്കുന്നതാണ്. അതായത് ഏതെങ്കിലും യാത്രയിലോ മറ്റോ ആയിട്ട് ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രദേശത്ത് ഒറ്റക്കായിട്ട് നിസ്കാരത്തിന് സമയമായി, അങ്ങനെ ആ സമയത്ത് അവൻ നിസ്കരിച്ചാൽ രണ്ട് മലക്കുകൾ അവനോടൊപ്പം നിസ്കരിക്കും. അവന് ബാങ്കും ഇഖാമത്തും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുകയാണെങ്കിൽ, നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ ഒപ്പം കണ്ണെത്താ ദൂരത്തോളം മലക്കുകൾ നിസ്കരിക്കുന്നതാണ്. നമ്മൾ അദാന്റെ ബാബിൽ ഈ ഹദീസ് വായിച്ചിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ കാണാം, ഇത് മുമ്പ് വായിച്ചിട്ടുള്ളതാണ്, യഅജിബു റബ്ബുക മിൻ റാഇ ഗനം. അല്ലാഹു തആല ഒരു ആട്ടിടയനെ കണ്ടുകൊണ്ട് അത്ഭുതം കൂറുന്നു. ഫി റഅസി ശദിയ്യത്തിൻ, അവൻ ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിലാണ്. യുഅദ്ദിനു ബിസ്സലാത്തി വയുസല്ലി, അവൻ നിസ്കാരത്തിന്റെ സമയമാവുമ്പോൾ ബാങ്ക് കൊടുക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്നു. ഫയഖൂലു അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറയും, ഉൻദുറു ഇലാ അബ്ദി ഹാദാ, എൻ്റെ ഈ അടിമയിലേക്ക് നോക്കൂ. യുഅദ്ദിനു വയുഖീമുസ്സലാഹ്, അവൻ ബാങ്ക് കൊടുക്കുന്നു, അവൻ അതാ നിസ്കാരം നിർവഹിക്കുന്നു. യഖാഫു മിന്നി ഖദ് ഗഫർതു ലിഅബ്ദി, അവൻ എന്നെ ഭയപ്പെടുന്നു. ഖദ് ഗഫർതു ലിഅബ്ദി, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. വഅദ്ഖൽതുഹുൽ ജന്നത, ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ നിസ്കാരത്തിന്റെ പ്രാധാന്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള യാത്രയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തായി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിജനമായിട്ടുള്ള പ്രദേശത്തായി കഴിഞ്ഞാൽ അവിടെ നിസ്കാരം നിർവഹിക്കൽ 50 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ഫസ്ല്, الترغيب في صلاة العشاء والصبح خاصة في جماعة والترهيب من التأخر عنهما. എല്ലാ നിസ്കാരങ്ങളുടെയും ഫള് പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഫസ്ൽ പറയുന്നത് ഇശാഇന്റെയും സുബ്ഹിന്റെയും ഈ രണ്ട് നിസ്കാരത്തിന്റെ ഫളും അതിന് പ്രോത്സാഹനം നൽകുന്നതും, അത് ജമാഅത്തായി നിസ്കരിക്കുന്നത്, അത് വൈകിപ്പിക്കുന്നതിനെ കുറിച്ച്, ആ ജമാഅത്ത് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തലുമാണ് വന്നിട്ടുള്ളത്. ഇവിടെ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് അതിൻ്റെതായ ഫളുൽ നമ്മൾ പറഞ്ഞു. എന്നാൽ ആ നിസ്കാരങ്ങളിൽ തന്നെ ശ്രേഷ്ഠമായ ചില നിസ്കാരങ്ങളുണ്ട്. 5 വഖ്ത് നിസ്കാരങ്ങളിൽ തന്നെ ശ്രേഷ്ഠമായ നിസ്കാരങ്ങളായിട്ട് ഹദീസുകൾ വന്നിട്ടുള്ളതാണ് ഫജ്ർ, ഇശാ, അതുപോലെ അസ്ർ. ഇതിൽ ഫജ്ർ, ഇശാ, അസ്റിൽ ഒന്നുകൂടി ശ്രേഷ്ഠതയുള്ളതാണ് ഫജ്റും അസ്റും. ഈ രണ്ട് നിസ്കാരത്തിൽ ഏതാണ് അഫ്ളൽ, ഏതാണ് ഒന്നുകൂടി ശ്രേഷ്ഠതയുള്ളത് എന്നുള്ളടുത്ത് പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായം പറഞ്ഞത് കാണാം. ഫജ്ർ ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്, അസ്ർ ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിൽ കൂടുതൽ മനസ്സിലാക്കുന്നത് അസറിനാണ് ഫജ്റിനേക്കാൾ ഒന്നുകൂടി ശ്രേഷ്ഠതയുള്ളത്. കാരണം സലഫുകളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസർ നിസ്കരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്, അല്ലെങ്കിൽ അസർ പാഴാക്കിയവൻ അവന്റെ അമലുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. അതുപോലെ സലഫുകൾ അസർ നഷ്ടപ്പെട്ട ആളുകളെ, അവരുടെ കുടുംബവും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ടാൽ ഒരാളെ എങ്ങനെ സമാധാനിപ്പിക്കുമോ അതുപോലെ അസ്ർ നിസ്കാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആളുകളെ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫസ്ലിൽ ഫജ്റിന്റെയും ഇശാഇന്റെയും പ്രത്യേകമായിട്ടുള്ള ഫള് ജമാഅത്തിന്റെ പറയുന്നുണ്ട്, അസ്റിന്റെ വരുന്നുണ്ട്. ഇതിലെ ഹദീസ് അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല سمعت رسول الله صلى الله عليه وسلم يقول, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, من صلى العشاء في جماعة فكأنها قام نصف الليل ومن صلى الصبح في جماعة فكأنما صلى الليل كله. ആരാണോ ഇശ ജമാഅത്തായി നിസ്കരിക്കുന്നത് അവൻ രാത്രിയുടെ പകുതി നിസ്കരിച്ചവനെ പോലെയാണ്. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅ, ഫജ്ർ നിസ്കാരം ആരാണോ ജമാഅത്തായി നിസ്കരിക്കുന്നത് ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, അവൻ രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണ്. ഇതേ ആശയത്തിൽ വേറൊരു റിവായത്തും കാണാം. അതായത് രാത്രിയിലുള്ള രണ്ട് നിസ്കാരങ്ങളാണ്, അഥവാ ഇരുട്ടിലുള്ള നിസ്കാരങ്ങളാണ് ഇശാവും ഫജ്റും. അതുകൊണ്ട് തന്നെ ആ രണ്ട് നിസ്കാരങ്ങൾ ജമാഅത്തായി കാത്തു സൂക്ഷിക്കുന്നവൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെ അത്രയും മഹത്വമുള്ള നിസ്കാരങ്ങളാണ് ഇശാഇന്റെ ജമാഅത്തും ഫജ്റിന്റെ ജമാഅത്തും. അതുപോലെ മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിസ്കാരവുമാണ് ഈ രണ്ട് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത്. ഇനിയും ധാരാളം ഫളലുകൾ ഈ രണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.